യെസ്. ഇപ്പോൾ ഗോപിക, നമുക്ക് ജന്മഭൂമിയിൽ നിന്നും, ദേശീയതയുടെ പ്രതീകമായ ജന്മഭൂമിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ജന്മഭൂമി ആദ്യ പേജിൽ തന്നെ ആദരണീയനായ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ UAE സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഭാരതത്തിൽ UAE 3 കോടി ബാരൽ പെട്രോളിയം സംഭരിക്കും എന്നതാണ്. അതായത് ഇപ്പോഴത്തെ പെട്രോൾ പ്രതിസന്ധിയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഊർജ്ജസ്വലമായ ചില പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഈ യാത്രയിൽ ഉണ്ടായി എന്ന സന്ദേശമാണ് ജന്മഭൂമി അതിൻ്റെ ആദ്യത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു ചിത്രം ഇവിടെ നൽകുന്നുണ്ട്. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ധീരബലിദാനി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ മകൾ ഹൃദികയ്ക്ക് അമ്മ അഡ്വക്കേറ്റ് ലിഷ മധുരം നൽകുന്ന ഒരു ചിത്രം ജന്മഭൂമി അതിൻ്റെ ആദ്യത്തെ പേജിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, SDPI ഭീകരന്മാർ കൊലപ്പെടുത്തിയ ധീരബലിദാനിയായിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ മകൾക്ക് SSLCയിൽ മികച്ച വിജയം നേടിയ ഒരു സന്തോഷകരമായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. അപ്പോൾ ആ ചിത്രം ജന്മഭൂമി മുൻ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം മധ്യപ്രദേശുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ നിന്നുള്ള ഇന്നലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ജന്മഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. കമൽ മൗലാന മോസ്ക് സരസ്വതി ക്ഷേത്രമാണ് എന്ന് ഹൈക്കോടതി, മധ്യപ്രദേശ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ഭാരതത്തിലേക്ക് കടന്നു വന്ന അധിനിവേശ ശക്തികൾ പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെയും തകർത്ത് ആ ക്ഷേത്രങ്ങൾക്ക് മുകളിൽ മുസ്ലിം പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നാണ് ഈ കമൽ മൗലാന മോസ്ക് എന്ന, അതൊരു സരസ്വതി ക്ഷേത്രമായിരുന്നു എന്ന കണ്ടെത്തൽ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്, അയോധ്യ കേസ് ഒക്കെ സമാനമായ രീതിയിൽ. അപ്പോൾ ആ കാര്യം ജന്മഭൂമി ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. പ്രേക്ഷകർക്കറിയാം, കേരളത്തിൽ മറ്റു പത്രങ്ങളൊന്നും ആ വാർത്തയ്ക്ക് ഒരുപക്ഷെ പ്രാധാന്യം നൽകില്ല. എന്നാൽ ജന്മഭൂമി ആദ്യ പേജിൽ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും അകത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എഡിറ്റോറിയൽ, ജന്മഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടികൾ കൈയൊഴിയരുത് എന്നതാണ്. അതായത് നമുക്കറിയാം, ഇന്നലെ മഹിളാ മോർച്ചയുടെ പ്രതിഷേധമൊക്കെ ആരംഭിച്ചതാണ്. കാരണം UDFൻ്റെ വാഗ്ദാനങ്ങൾ വളരെ വലുതാണ്, പക്ഷേ അത് പ്രാക്ടിക്കലി നടപ്പാക്കാൻ ബുദ്ധിമുട്ടുമാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയും കടക്കണിയിൽ വർഷങ്ങളായി മുന്നണികൾ മാറി മാറി ഭരിച്ച് ഇല്ലാണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ കേരളത്തിൽ എങ്ങനെ ഈ ഗ്യാരണ്ടികൾ നടപ്പാക്കും എന്നതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലാതെ തെരഞ്ഞെടുപ്പിൽ തള്ളിമറിക്കുകയായിരുന്നു UDFൻ്റെ നേതാക്കൾ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടികൾ കൈയൊഴിയരുത് എന്ന കൃത്യമായ താക്കീതോടുകൂടി ഒരു എഡിറ്റോറിയൽ പേജാണ് ഇന്നിപ്പോൾ ജന്മഭൂമി നൽകിയിരിക്കുന്നത്. ഒപ്പം മതവികാരം ജനവികാരമല്ല എന്ന വിചാരം എന്ന പേജിനകത്ത് മുരളി പാറപ്പുറം ചേട്ടൻ്റെ ഒരു ലേഖനവുമുണ്ട്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, ജന്മഭൂമിയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ മുസ്ലിം ലീഗ് എങ്ങനെയാണ് UDF രാഷ്ട്രീയത്തെയും കേരള രാഷ്ട്രീയത്തെയും ഹൈജാക്ക് ചെയ്യുന്നത് എന്നതാണ് മുരളി പാറപ്പുറം ചേട്ടൻ്റെ മതവികാരം ജനവികാരമല്ല എന്ന ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത്. അതും എഡിറ്റോറിയലിൻ്റെ തൊട്ടിപ്പുറത്ത് വിചാരം പേജിനകത്ത് ജന്മഭൂമി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ജന്മഭൂമിയുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നമ്മൾ ഓടിച്ചു നോക്കിക്കഴിയുമ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ അവസാന പേജിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം, അത് ഇന്നലെ തന്നെ വലിയ വാർത്ത ആയിരുന്നു. ബസ്സിനകത്ത് നവ്യ ഹരിദാസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നതാണ്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെയാണ് ജന്മഭൂമി പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. ഗോപിക, നമുക്കിനി നോക്കാനുള്ളത് മലയാള മനോരമയാണ്. മലയാള മനോരമയുടെ ഫസ്റ്റ് പേജിൽ തന്നെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുക പൂർണ്ണ മന്ത്രിസഭ, അതിവേഗം പുതുഭരണം, മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് നൽകാൻ ആലോചന, സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് ജൂൺ 5 നടക്കുമെന്നാണ് മനോരമയിലെ ആദ്യത്തെ. അതും ഫസ്റ്റ് പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്, പിണറായിയും VD സതീശനും കൂടെ ചേർന്ന് കൈ ചേർന്ന് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അതിനുശേഷം വൈകുന്നേരം VD സതീശൻ പിണറായി വിജയനായിട്ടൊരു കുത്തു കൊടുക്കുകയും ചെയ്തു. ഞാൻ ഒറ്റ കാറിലെ സഞ്ചരിക്കത്തുള്ളൂ, അല്ലെ എന്നെ ഒരു അല്പനാണെന്ന് ആൾക്കാർ വിചാരിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ അല്പനാന്ന് പറഞ്ഞേക്കുകയാണ്. രാവിലെ കൂടിക്കാഴ്ച, വൈകിട്ട് തിരിച്ചൊരടി വാക്കുകൊണ്ട്. പിന്നീടുള്ളത് നീറ്റ് പുനഃപരീക്ഷ ജൂൺ 2 വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട, പരീക്ഷാ കേന്ദ്രം മാറ്റാം. ചോദ്യക്കടലാസ് ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ ജൂൺ 21 നടക്കാൻ പോകുന്നത്. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂട്ടി. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5:15 വരെയാകും പരീക്ഷ നടക്കുക. പിന്നെ ഒരു വാർത്ത, NOC നൽകുന്നതിലെ അവ്യക്തത നീക്കി തദ്ദേശ വകുപ്പ്. വകുപ്പുകളുടെ പരിശോധനയും നടപടികളും തുടരും. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന നിബന്ധന പൂർണ്ണമായും പിൻവലിച്ചിട്ടില്ലെന്നും നൽകിയ സാവകാശം മാത്രമാണ് തദ്ദേശ വകുപ്പ് വ്യക്തമാക്കിയതെന്നും ഇതിൽ പറയുന്നുണ്ട്.
ഇത്രയേ ഉള്ളൂ ഗൗതം ഇന്ന് മനോരമയിൽ മെയിൻ അപ്പോൾ മനോരമയിലേക്ക് പോയിട്ട് നമുക്കിനി നേരെ മാതൃഭൂമിയിലേക്ക് വരാം. മാതൃഭൂമിയുടെയും ആദ്യത്തെ പേജിൽ ഗോപിക നേരത്തെ സൂചിപ്പിച്ച മനോരമയുടെ അതേ ചിത്രം തന്നെയാണ്. കാരണം രാഷ്ട്രീയ കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചിത്രമാണ്. പിണറായി വിജയനും വി ഡി സതീശനും തമ്മിൽ കൈകൊടുത്ത് നിൽക്കുന്ന ചിത്രമാണ്. ഇനി അധികാര കൈമാറ്റം എന്താണ്? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു നല്ല ക്യാപ്ഷൻ വന്നേക്കുന്നത് മാതൃഭൂമിയുടെ ആണ്. അതായത് ഈ കയ്യിൽ നിന്നും അധികാരം ഇപ്പുറത്തെ കൈകളിലേക്ക് വന്നിരിക്കുന്നു. ഒപ്പം മന്ത്രിമാരെ കണ്ടെത്തൽ നീക്കം വേഗത്തിലാക്കി UDF. രമേശ് ചെന്നിത്തലയുടെ ഒരു ചിത്രം കൂടിയുണ്ട്. കാരണം ഇന്നലത്തെ ദിവസം ഏറ്റവും വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തി രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ഓടി നടന്നെങ്കിൽ അവസാനം അവർ കണ്ടു വീടിന്റെ പുറകെ കൂടെ ഇറങ്ങി ഓടി എന്നൊക്കെയാണ്. നമ്മൾ പണ്ടൊക്കെ എന്താ പറയുക, അച്ഛനും അമ്മയൊക്കെ അടിക്കാൻ വരുമ്പോൾ കുട്ടികൾ പുറകെ കൂടെ ഇറങ്ങി ഓടില്ല എന്നൊക്കെ പറഞ്ഞ പോലെയായിരുന്നു വാർത്ത വന്നത്. രമേശ് ചെന്നിത്തല വീടിന്റെ പുറകെ കൂടെ ഇറങ്ങിപ്പോയി, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നതാണ്. അതുകൊണ്ട് ഇന്നലെ അദ്ദേഹം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇനി അകത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ VDSന് കടമ്പകൾ ഏറെ എന്ന കാര്യം മാതൃഭൂമി പറയുകയാണ്. കാരണം കേരളം പോലത്തെ സ്റ്റേറ്റിൽ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കടക്കണിയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേറ്റാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വലിയൊരു കടമയായി VDSന് മാറും എന്നാണ് മാതൃഭൂമി പറയുന്നത്. അപ്പോൾ മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് വന്നു കഴിഞ്ഞാലും അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് കൗമുദി അല്ലേ, കേരള കൗമുദിയിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. മന്ത്രി ചിത്രം ഇന്ന് തെളിയും. ഫസ്റ്റ് പേജിലെ ഫോട്ടോ തന്നെ VD സതീശൻ G കാർത്തികേയന്റെ വീട്ടിൽ ഇന്നലെ കാണാൻ പോയപ്പോ കരയുന്നതാണ്. അതെ. അപ്പോ G കാർത്തികേയന്റെ ഭാര്യ പറയുന്നത് മുഖ്യമന്ത്രി കരയാൻ പാടില്ലെന്ന് എന്നാണ്. അതെ. അകത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരുപാട് വാർത്തകൾ കൗമുദിയിലും ഉണ്ട്. കത്തിപ്പടർന്ന് പയ്യന്നൂർ. തളിപ്പറമ്പ് ചർച്ച. CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം. ഇന്നലെ നടന്ന യോഗത്തിലാണെന്ന് MV ഗോവിന്ദനെതിരെ കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കകത്ത് തർക്കമാണ്. സ്വാഭാവികമായും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് ചർച്ച. ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന CPM സെക്രട്ടേറിയറ്റ്. ഓക്കെ. അപ്പോൾ കൗമുദിയിൽ ആ കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയും ദേശാഭിമാനി കൂടി വളരെ പെട്ടെന്നൊന്ന് നോക്കുകയാണ്. ദേശാഭിമാനി ആദ്യ പേജിൽ ഈ കൊലച്ചതി, അതായത് പെട്രോൾ ഡീസൽ CNG വില കൂടും എന്നൊക്കെയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ എന്തോ കുറ്റമായിട്ടാണ് ഈ ദേശാഭിമാനി അവതരിപ്പിച്ചിരിക്കുന്നത്. ലോകത്ത് നടക്കുന്ന യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക രാജ്യങ്ങളിലെല്ലാം പെട്രോളിൻ്റെയും ഇന്ധനത്തിൻ്റെയും ഒക്കെ വില വലിയ തോതിൽ കൂടിയപ്പോൾ ഭാരതത്തിൽ അത്രയും കൂടിയിട്ടില്ല എന്ന കാര്യം ദേശാഭിമാനിക്കാർ അറിഞ്ഞിട്ടില്ല. അവർ ആ കാര്യം ആദ്യത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. ഇനിയും അകത്തെ പേജിലേക്ക് വളരെ പെട്ടെന്നൊന്ന് വന്നു കഴിഞ്ഞാൽ ദുർബലമായി ഹൈക്കമാൻഡ്, തിരിച്ചടി രാഹുലിനും വേണുഗോപാലിനും തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് കോൺഗ്രസിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വലിയ സംഘർഷങ്ങൾ, മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള സംഘർഷങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ദേശാഭിമാനി അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗോപിക, ഇപ്പോൾ സമയം ഏതാണ്ട് 8:53 ആയിരിക്കുകയാണ്. പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇനി